ഉത്തർപ്രദേശിൽ വെടിവെയ്പ്പ് നടന്ന മുസ്ലിം പള്ളി അവിടേക്ക് രാഹുൽ ഗാന്ധി സംബാൽ അവിടേക്ക് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒരു സന്ദർശനത്തിനായിട്ട് പുറപ്പെട്ടതാണ്. പക്ഷേ പോലീസ് തടഞ്ഞു. നന്നായി. എനിക്ക് തോന്നുന്നു രാഹുൽ അവിടെ സന്ദർശിക്കണം. രാഹുൽ അത് കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തണം. രണ്ട് കാര്യങ്ങൾ രാഹുൽ പറയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UP പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ വെടിവെപ്പ് നടന്നു. 3 പേര്, 5 പേരെന്ന് പറയുന്നു, 3 പേര് മരിച്ചു. ഈ 3 പേരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ട പോലീസിൻ്റെ ആയിരുന്നില്ല. അല്ല. ഇപ്പോൾ പോലീസ് അവിടുത്തെ ASP ശ്രീഷ് ചന്ദ്ര ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് കുറച്ചുകൂടെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. ഞാൻ പറയാം, അവിടെ നിന്ന് കോത്ത് ഗ്രാവി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വെടിവെപ്പ് നടന്നത്. പള്ളിക്ക് സമീപത്തുള്ള കോത്ത് ഗ്രാവി ഈ സ്ഥലത്താണ് വെടിവെപ്പ് നടന്നത്. ആൾക്കൂട്ടം വന്നു, കല്ലെറിഞ്ഞു, വാഹനങ്ങൾ കത്തിച്ചു, കടകൾ കത്തിച്ചു, വലിയ ആക്രമണം ഉണ്ടായി. പോലീസിന് നേരെ വെടിവെച്ചപ്പോൾ വലിയ ആൾക്കൂട്ടമായതുകൊണ്ട് അടുത്തുള്ള കെട്ടിടത്തിൽ നിന്നാണ് വെടിവെപ്പ് വന്നത്. ആ വെടിവെപ്പ് പോലീസിന് കൊള്ളേണ്ടതിന് പകരം ആളുകൾക്ക് കൊണ്ടു. ആ വെടിവെപ്പ് നടന്ന സ്ഥലത്ത് പരിശോധിച്ചപ്പോൾ അവിടെ 6 കാർട്രിഡ്ജുകൾ, എന്നുവെച്ചാൽ വെടിയുണ്ട പോയി കഴിഞ്ഞ് ബാക്കി വെക്കുന്ന സാധനം ഉണ്ടല്ലോ, 6 കാർട്രിഡ്ജുകൾ കിട്ടി. അതിൽ കിട്ടിയ കാർട്രിഡ്ജുകളുടെ ഡീറ്റെയിൽസ് പോലീസ് പറയുന്നുണ്ട്. 12 ബോറിൻ്റെയും 32 ബോർ ഷെല്ലുകൾ, വെടിയുണ്ടകളുടെ കാർട്രിഡ്ജാണ് കിട്ടിയത്. അതുകൂടാതെ 9 mm ഷെല്ലിൻ്റെ മറ്റൊരു കാർട്രിഡ്ജ് കിട്ടി. അങ്ങനെ 3 തരത്തിലുള്ള 12 ബോർ, 32 ബോർ, 9 mm ഷെല്ലുകളുള്ള തരത്തിലുള്ള കാർട്രിഡ്ജുകൾ, 3 തരത്തിലുള്ള കാർട്രിഡ്ജ് 6 എണ്ണം കിട്ടി. ഈ കണ്ടെത്തിയ 12 ബോർ 32 ബോർ ഷെല്ലുകളുടെ കാർട്രിഡ്ജ് എടുത്ത് നോക്കിയപ്പോൾ അവയിൽ POF എന്നെഴുതിയിരുന്നു, പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി. അതായത് പാകിസ്ഥാനിൽ നിർമ്മിച്ച വെടിയുണ്ടകളാണ് ഉപയോഗിച്ചത്. അതുകൂടാതെ 9 mm കാർട്രിഡ്ജ് അതിലെഴുതിയിരിക്കുന്നത് FL എന്നെഴുതിയിട്ടുണ്ട്. പിന്നെ 2 നക്ഷത്രങ്ങളുമുണ്ട്. പോലീസ് പറയുന്നത് FL അത് കഴിഞ്ഞ് 2 നക്ഷത്രങ്ങൾ എഴുതിയാൽ അത് അമേരിക്കൻ നിർമ്മിതമാണ്. അപ്പോൾ നോക്കൂ, അവിടെ പള്ളിയിലേക്ക് വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നു. മസ്ജിദിലേക്ക്, പള്ളി എന്ന് പറയുന്നില്ല, മസ്ജിദിലേക്ക് വലിയ തോതിൽ അക്രമാസക്തരായ ജനക്കൂട്ടം വരുന്നു. ഒരു സ്ത്രീയുടെ വീഡിയോ ഇത് കഴിഞ്ഞപ്പോൾ കണ്ടു. നിങ്ങൾ അവിടെ കല്ലെറിയാൻ പോയത്, അവിടെ പ്രശ്നം ഉണ്ടായില്ല, എന്താ സംഭവിച്ചത്? അവിടെ പോലീസ് ഞങ്ങളെ വെടിവെച്ച് കൊന്നു. അല്ല, നിങ്ങളുടെ ആളുകൾ കല്ലെറിഞ്ഞില്ലേ? ഞങ്ങളുടെ പിള്ളേർ കല്ലെറിയുകയും പെട്രോൾ ബോംബെറിയുകയും മാത്രമേ ചെയ്തുള്ളൂ, വെടിവെച്ചില്ലല്ലോ. അപ്പോൾ പോലീസിന് നേരെ അക്രമം നടത്തി എന്ന് അവിടുത്തെ തദ്ദേശവാസികളായ സ്ത്രീകൾ വരെ സമ്മതിക്കുന്ന വീഡിയോകൾ നാഷണൽ ചാനലുകൾ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ വെടിവെപ്പ് നടന്ന സ്ഥലത്ത് നിന്ന് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി, പാകിസ്ഥാനിലെ ആയുധ നിർമ്മാണശാലയിൽ നിർമ്മിച്ച വെടിയുണ്ടകൾ, അമേരിക്കൻ നിർമ്മിതമായ വെടിയുണ്ടകൾ അവിടെ ഉപയോഗിക്കപ്പെട്ടു. എവിടെ നിന്ന് വന്നു? രാഹുൽ ഇത് മറുപടി പറയണം. പോലീസ് ഔദ്യോഗികമായി കാർട്രിഡ്ജ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു. കൊല്ലപ്പെട്ട വെടിയേറ്റ് മരിച്ച ആളുകളുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ പോലീസ് ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ ആരാണ് വെടിവെച്ചത്? ആരാണ് അവിടുത്തെ സമരത്തെ, ജനങ്ങളുടെ ഒരു പ്രക്ഷോഭമല്ല, അക്രമം, ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊന്നു 2-3 രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ ശ്രമിച്ചതാരാണ്? ഇതിന് രാഹുൽ ഗാന്ധി ഉത്തരം പറയേണ്ട ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം 1920 ഡിസംബർ 22 ഒരു ഡേറ്റാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള തീയതിയാണ്. 1920 ഡിസംബർ 22. ഈ തീയതിയിൽ ഈ ഷാഹി ജമാ മസ്ജിദ് എന്ന് പറയുന്ന മുസ്ലിം പള്ളി അല്ലെങ്കിൽ മോസ്ക് ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുത്ത് സർക്കാരിൻ്റേതാക്കിയതാണ്. അത് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സർക്കാരിൻ്റെ സ്വത്താവുകയും അതിൻ്റെ പരിപാലനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ പള്ളിയുടെ ഉടമസ്ഥനാരാ? മസ്ജിദിൻ്റെ ഉടമസ്ഥനാരാ? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇന്ത്യ ഗവൺമെൻറ്. അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു പള്ളി കമ്മിറ്റിയുടേതായി മാറിയത്? അതെങ്ങനെ മാറി? ഏത് നിയമപ്രകാരം എങ്ങനെ മാറ്റാൻ പറ്റും? അപ്പോൾ ആരാണ് അവിടെ അക്രമം നടത്തിയത്? ഇപ്പോൾ പള്ളി കൈവശം വച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു മുസ്ലിം ഗ്രൂപ്പാണ്. വേണമെങ്കിൽ ഈ ആരുടെ ഭൂമിയും, സർക്കാർ ഭൂമിയും ഉൾപ്പെടെ ആരുടെ ഭൂമിയും പിടിച്ചെടുക്കാം എന്ന് പറയുന്ന ഒരു കിരാത നിയമം നെഹ്റു ഉണ്ടാക്കി, നരസിംഹറാവു പോറ്റി വളർത്തി, അവസാനം മൻമോഹൻ സിംഗ് പല്ലും നഖവും അറക്കവാളും വെച്ചു കൊടുത്ത നിയമമുണ്ടല്ലോ, മറ്റേ നിയമം, ലാൻഡ് ജിഹാദ് നിയമം, വഖഫ് നിയമപ്രകാരം ഏത് വസ്തുവും ആർക്കും ഏറ്റെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ മുസ്ലിങ്ങൾ അവിടുത്തെ സംബാലിലെ കോത്ത് ഗ്രാവി വില്ലേജിലെ ആളുകൾ ഈ ഷാഹി ജമാ മസ്ജിദിനെ വഖഫ് ചെയ്തെടുത്തതാണോ? എങ്ങനെ അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ അധീനതയിൽ ഉടമസ്ഥതയിലായി ആ പള്ളി മാറി?
ഇതിന് ഉത്തരം വേണ്ടേ? ഇതിന് ഉത്തരം ആര് പറയും? ഈ ചോദ്യങ്ങൾ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല, മാധ്യമങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ ഇന്ന് സത്യത്തിൽ അവിടെ വെടിവെപ്പ് നടത്തിയ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയ വെടിയുണ്ടകൾ പോലീസിൻ്റേതല്ല. ആ വെടിയുണ്ടകളുടെ കാർട്രിഡ്ജ് കണ്ടെത്തിയത് ഒരെണ്ണം അമേരിക്കൻ നിർമ്മിതവും ബാക്കി 5 പാകിസ്ഥാൻ ആയുധ നിർമ്മാണശാലയിൽ നിർമ്മിച്ചതുമാണെന്നുള്ള വാർത്ത എന്തുകൊണ്ട് നമ്മുടെ ചാനലുകൾ പറയുന്നില്ല, നമ്മുടെ പത്രങ്ങൾ പറയുന്നില്ല? തമസ്കരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് ഈ യാത്രയൊക്കെ കഴിഞ്ഞ് അവിടെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തും. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്ക് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യൻ ഉത്തരം പറയണം. കാരണം അയാൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. എങ്ങനെ ഈ പള്ളി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പള്ളി എങ്ങനെ മുസ്ലിം പള്ളി കമ്മിറ്റിയുടേതായി? ഒന്ന്. രണ്ടാമത്, അവിടെ കൊല്ലപ്പെട്ട ആളുകളുടെ ശരീരത്തിൽ കണ്ട വെടിയുണ്ടകൾ പോലീസിൻ്റെതല്ലായിരുന്നു. അവിടെ നിന്ന് കണ്ടെടുത്ത കാർട്രിഡ്ജുകൾ പറയുന്നത് പാകിസ്ഥാൻ്റെ അമേരിക്കയുടെ ആയിരുന്നു. ഇത് പറയണ്ടേ? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് വർഗീയ സ്വഭാവത്തോടുകൂടി മുസ്ലിം തീവ്രവാദികൾ ആളുകളെ കുത്തിയിളക്കി ഒരു കലാപം നടത്തുന്നു. സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു പള്ളി. ആ മസ്ജിദിനെ കുറിച്ചാണ് ഹിന്ദുക്കൾക്ക് തർക്കം. അവിടെ ഹരിഹർ മന്ദിറായിരുന്നു പണ്ട്, അത് ബാബർ പൊളിച്ചിട്ടുണ്ടാക്കിയതാണെന്ന് പറയുന്നു. ആ തർക്കം അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാൽ പോലും ആ മസ്ജിദ് സർക്കാരിൻ്റെയാണ്. സർക്കാരിൻ്റെ റിപ്പോർട്ട് 988 ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലും ആർക്കിയോളജിക്കൽ സർവേ അവിടെ സർവേ നടത്തിയിട്ടുണ്ട്. അവിടെ നടത്തിയിട്ട് അവർ പറഞ്ഞത്, ഞങ്ങളുടെ ഉടമസ്ഥനുണ്ടായിരുന്ന പള്ളി മസ്ജിദ് ഒരു കൂട്ടം ആളുകൾ തട്ടിക്കൊണ്ടുപോയി ഒരു പള്ളി കമ്മിറ്റി ഉണ്ടാക്കി. എന്നിട്ട് അത് കംപ്ലീറ്റ് മാറ്റി. അതിലെ ഭിത്തിയിലുണ്ടായിരുന്ന പൗരാണികമായ എഴുത്തുകൾ മുഴുവൻ മായ്ച്ചു. അവിടെ ഉണ്ടായിരുന്ന ചിത്രപ്പണികളും തൂണുകളൊക്കെ മായ്ച്ചിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പുതിയ നിർമ്മിതി ഉണ്ടാക്കി. കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു കിണറുണ്ടായിരുന്നു. കിണർ അവർ മൂടി. എന്നിട്ടൊരു റെയിലിംഗ് അവിടെ ഉണ്ടാക്കി. അത് പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ADMൻ്റെ ഉത്തരവുണ്ടായി വന്ന ADMനെ അവിടെ നിന്ന് ഓടിച്ചു. എന്നിട്ട് ഈ മസ്ജിദിൻ്റെ തറയിൽ പൗരാണിക കാലം മുതലുണ്ടായിരുന്ന തറയോടുകൾ മാറ്റിയിട്ട് ആ തറയോടുകളിൽ ചില ചിഹ്നങ്ങളും ചില അടയാളങ്ങളും ചില ചിത്രപ്പണികളും ഉണ്ടായിരുന്നു. അതുള്ളത് കൊണ്ട് അവർ മാറ്റിയിട്ട് പുതിയ മാർബിൾ വിരിച്ചു. എവിടെ? ഏത് മസ്ജിദ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള മസ്ജിദ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മസ്ജിദ് അല്ലേ? അവിടെ ചരിത്ര സ്മാരകം. അത് ആരാധിക്കാൻ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശമൊന്നുമില്ല. അങ്ങനെ വിട്ടുകൊടുത്ത ഈ മസ്ജിദ് എങ്ങനെ ഒരു വിഭാഗം ആളുകളുടെ കയ്യിലേക്ക് എത്തി? അല്ലയോ രാഹുൽ ഗാന്ധി, അങ്ങയുടെ സർക്കാർ ഉണ്ടാക്കിക്കൊടുത്ത, അങ്ങയുടെ അപ്പൂപ്പൻ ഉണ്ടാക്കിക്കൊടുത്ത വഖഫ് നിയമപ്രകാരം വഖഫ് ചെയ്ത് ഇവിടെ എടുത്തതാണോ? അതൊന്നറിയണം. അത് പറയണം. ഇയാൾ തൻ്റെ ഇടത്തോടെ പറയണം അങ്ങനെ എടുത്തതാണെന്നുള്ളത്. എങ്കിൽ ആ പ്രശ്നം തീരും. അത് മാത്രം. പക്ഷേ പ്രശ്നം അവിടെ തീരുന്നില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ആശങ്കപ്പെടണം. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. കാരണം ഇത്തരം ഒരു സംഘർഷ ഭൂമിയിലേക്ക് പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ വരുന്നു, പാകിസ്ഥാൻ്റെ വെടിയുണ്ടകൾ വരുന്നു, അമേരിക്കൻ വെടിയുണ്ടകൾ വരുന്നു. എവിടെ നിന്ന് അമേരിക്കൻ വെടിയുണ്ട വരുന്നത്? എവിടെ നിന്നറിയോ? അതും പാകിസ്ഥാൻ വഴി തന്നെയാണ്. അപ്പോൾ അമേരിക്ക പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ സംഘർഷമുണ്ടാക്കാൻ അതിന് എണ്ണയൊഴിച്ചു കൊടുക്കുന്നു, പണം കൊടുക്കുന്നു. അതുമാത്രമല്ല ആയുധങ്ങളും കൊടുക്കുന്നു. അതീവ ഗുരുതരമായ സാഹചര്യമല്ലേ? ഇന്ത്യൻ ഫോഴ്സിൻ്റെ അല്ലാത്ത ആയുധങ്ങളോട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പാകിസ്ഥാൻ അതിൻ്റെ മുന്നിൽ കളിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ നടത്തുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ശരിക്കും ഒരു പക്ഷത്തിൻ്റെ ആളായിട്ട് അവിടെ പോകും അല്ലേ? മുസ്ലിങ്ങളുടെ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചിട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിക്ക് മാന്യതയുണ്ടെങ്കിൽ, രാഷ്ട്രീയ സദാചാരമുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് അവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസിൽ വന്നിരിക്കണം. എന്നിട്ട് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ ഉൾപ്പെടെ അവിടുത്തെ പരാതിക്കാരായ ഹിന്ദുക്കളെ വിളിക്കുക. എന്നിട്ട് ഈ മുസ്ലിം പള്ളി കമ്മിറ്റിയെ വിളിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അവർ കൊള്ളക്കാരാണ്. അതെ, ഇന്ത്യ ഗവൺമെൻറ് സ്വത്ത് അടിച്ചു മാറ്റിയവരാണ്. അവരെ എങ്ങനെ വിളിക്കും? സത്യത്തിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടേണ്ടത് ആർക്കിയോളജിക്കൽ സർവേയുടെ ആണ് ഈ പള്ളി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ്. സർക്കാർ ഏറ്റെടുത്തതാണ്. സർക്കാർ തന്നെ കൈവശം വെച്ചാൽ പിന്നെ തർക്കമില്ലല്ലോ. ആരുടെയാണ്? തർക്കമില്ല. സർക്കാർ പള്ളി കമ്മിറ്റി വന്നിട്ട് ഞങ്ങളുടെയാണെന്നുള്ള അപ്പോൾ എന്ത് ചെയ്യണം? പറയേണ്ടത് ഈ പള്ളി കമ്മിറ്റി, മസ്ജിദ് കമ്മിറ്റിക്കാരെ അടിച്ച് പുറത്താക്കുക. ഇവർ കയ്യേറ്റക്കാരാണ്, കൊള്ളക്കാരാണ്. ഇവരെ പുറത്താക്കിയിട്ട് പഴയ പോലെ ഇന്ത്യ സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ ഈ മസ്ജിദ് നിലനിർത്തണം എന്നല്ലേ രാഹുൽ പറയേണ്ടത്? അതല്ലേ സൊല്യൂഷൻ? അതല്ലേ യഥാർത്ഥ പരിഹാരം? അത് ചെയ്യാൻ വേണ്ടി രാഹുൽ 2 വിഭാഗക്കാരെയും, ഈ പള്ളിക്കാരെയും വേണം വിളിക്കുക, മസ്ജിദുകാരെ. എന്നിട്ട് പറയണം, നിങ്ങൾ നിയമവിരുദ്ധമായി കയറിയിരിക്കുന്നവരാണ്. ഈ മസ്ജിദ് നിങ്ങളുടെയല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ്. അതങ്ങനെ തന്നെ സൂക്ഷിക്കണം. ഇനിയിപ്പം അമ്പലവും വേണ്ട, പള്ളിയും വേണ്ട. ഒരു കാര്യം ചെയ്യ്, രാഹുൽ ഗാന്ധിയുടെ അപ്പനും അമ്മൂമ്മയും അവരുടെ അപ്പനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 1920 മുതൽ ഈ മസ്ജിദ് ഇന്ത്യ സർക്കാരിൻ്റെയാണ്. അതേപോലെ പഴയ പോലെ ആക്കണം എന്ന് പറയാൻ ഇയാൾക്ക് ഉറപ്പുണ്ടാവണം. എന്തിനാണെന്നറിയോ? മറ്റേ സാധനത്തിന്, നട്ടലിന്. അത് ചെയ്യില്ല. കാരണം ഇയാൾക്ക് വേണ്ടത്
മുസ്ലിങ്ങളിലോട്ടാണ്. കാരണം ഇയാളുടെ രക്തത്തിൻ്റെ സിംഹഭാഗവും മുസ്ലിം രക്തമാണ്. കാരണം അല്ലെങ്കിൽ നീതിയുക്തമായി ചെയ്യേണ്ടത് ഹിന്ദു ഭാഗത്തെ കേൾക്കുക, അവരോട് പറയുക. സമാധാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് കോ, അതായത് 920 മുതൽ പുലർത്തിക്കൊണ്ടിരുന്ന സ്റ്റാറ്റസ് കോ നിലനിർത്തൂ എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ധാർമ്മികതയുള്ള നിഷ്പക്ഷനായ രാജ്യത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇയാളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നറിയോ? കത്തിക്കാൻ പോവുക. ഇത് ആളിക്കത്തിക്കാൻ പോവാം. മുസ്ലിം വികാരം വീണ്ടും ആളിക്കത്തിക്കാൻ പോവാം. അതിന് ഒരുക്കുകയാണ്. കാരണം ഈ ഒരു ന്യായവും ഒരു നീതിയും ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാഗത്തില്ല. കാരണം ബാബർ ഈ അരികർ മന്ദിരം പൊളിച്ചിട്ട് പള്ളി പണിതു എന്നുള്ള വിഷയം അങ്ങോട്ട് മാറ്റി നിർത്തുക. അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം, കോടതി തീരുമാനിക്കട്ടെ, സർവേ നടത്തട്ടെ. പക്ഷേ അതിനുശേഷം 1920 ഡിസംബർ 22 മുതൽ ഇത് ഇന്ത്യ സർക്കാരിൻ്റെ ആയിരുന്ന ഈ മസ്ജിദിൽ ഇപ്പോൾ അതിൻ്റെ നിയമപ്രകാരമുള്ള ഉടമസ്ഥരായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾ അതിനകത്തോട്ട് കയറ്റുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ തട്ടിയെടുത്തവരെ തള്ളി പറയാൻ തയ്യാറാവട്ടെ. എന്ത് ന്യായമാണ് മുസ്ലിം വിഭാഗങ്ങൾക്കുള്ളത്? അങ്ങനെ പറഞ്ഞാലേ വോട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അതാ പിന്നെ അതുകൊണ്ടാണല്ലോ വഖഫ് നിയമം ഉണ്ടാക്കി മുഴുവൻ ഈ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് പൂണൂലും ചന്ദനക്കുറി ഇടും. പക്ഷേ അദ്ദേഹം പൊന്നാനിയിലോ അതുപോലെ ഏതെങ്കിലും സ്ഥലത്തോ പോയിട്ട് മറ്റേ ക്രിയ നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം അത്ര മ്ലേച്ഛമായ രീതിയിൽ ഒരു പക്ഷത്തെ ആളുകളെ അവർ ചെയ്യുന്ന അധാർമികമായ പ്രവർത്തികളെ പോലും ന്യായീകരിക്കുമാറ് പച്ചയ്ക്ക് വർഗീയ പക്ഷപാതിത്വത്തോടെ പെരുമാറുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. അല്ലെങ്കിൽ ഞാനിത് തിരുത്തി പറയും. അപ്പോഴാണെന്നറിയോ, ഇന്ന് അവിടെ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ 2 കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ നാളെ മുതൽ എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പണിയെടുക്കും. രാഹുൽ ഗാന്ധി പറയണം ഇതിൻ്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം. 1920 ഡിസംബർ 22 മുതൽ ഇന്ത്യ സർക്കാരിൻ്റേതായിരുന്നു. അവിടെ ആ പള്ളി, ആ മസ്ജിദ് കയ്യേറി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അധികാരം നടത്തുന്ന കൊള്ളയാണ്, തട്ടിപ്പാണ്, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയണം. പിന്നീട് ഇത് ഹിന്ദുക്കൾക്കും വേണ്ട, മുസ്ലിങ്ങൾക്കും വേണ്ട. ഒരു കാര്യം ചെയ്യ്, ഇന്ത്യ സർക്കാരിൻ്റെ ഉടമസ്ഥയിലേക്ക് തിരിച്ചു വരിക. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെയാണ് അവിടെ വെടിവെപ്പ് നടന്നത്? എങ്ങനെയാണ് 3 മുസ്ലിമുകൾ കൊല്ലപ്പെട്ടത്? അവരുടെ ശരീരത്തിൽ പോലീസിൻ്റെ അല്ലാത്ത വെടിയുണ്ട് എങ്ങനെ കയറി? എങ്ങനെ അവിടെ പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും ആയുധങ്ങൾ വന്നു എന്നത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടണം. ഏതായാലും NIA അവിടെ ഈ വെടിയുണ്ടകളുടെ സാന്നിധ്യം സംബന്ധിച്ച് NIA അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഈ 3 കാര്യങ്ങൾ പറയുവാണെങ്കിൽ എൻ്റെ സിനു, നാളെ മുതൽ ഞാൻ രാഹുൽ ഗാന്ധിയുടെ കടുത്ത ആരാധകനും രാഹുലിന് വേണ്ടി സംസാരിക്കുന്നവരുമായിരിക്കും. എനിക്കും അറിയാം, എനിക്ക് നല്ല ഭാഗ്യമുള്ള ആളാണ്. ഒരിക്കലും സംഭവിക്കില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ രക്തത്തിന് ചുവപ്പല്ല നിറം, പച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.